നിലവിൽ കൊയ്ത്തു കഴിഞ്ഞ് പാടങ്ങളിൽ കൂട്ടിയിട്ട നെല്ല് സപ്ലൈകോ എടുക്കാൻ വൈകുന്നത് കർഷകരെ വലിയ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. അതിനു പുറമെയാണ് എടുത്ത നെല്ലിന്റെ പണം മാസങ്ങൾ പിന്നിട്ടിട്ടും കർഷകർക്ക് ലഭിക്കാത്ത സ്ഥിതിയുള്ളത്. നിലവിലെ സീസണിലെ നെല്ലെടുപ്പ് പുരോഗമിക്കുന്തോറും കുടിശ്ശിക വർദ്ധിച്ചു വരികയുമാണ്. കടബാധ്യത വർദ്ധിച്ച് ഇനി കൃഷിയിറക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇതിലൂടെ കർഷകർക്കുണ്ടാവുന്നത്. 288 കോടി രൂപയാണ് കേരളത്തിൽ 10 ജില്ലയിലായിട്ട് പണം കൊടുക്കാൻ കിടക്കുന്നത്. അപ്പം കേരള നിയമസഭയിൽ കേരളത്തിലെ സിവിൽ സപ്ലൈ മന്ത്രിക്ക് വേണ്ടിയിട്ട്, മന്ത്രിയുടെ വകുപ്പ് വേണ്ടി, ധനകാര്യ വകുപ്പ് 700 കോടി രൂപ നെല്ല് സംഭരിക്കാൻ വേണ്ടിയിട്ട് വകയിരുത്തി പാസ്സാക്കിയിട്ടിട്ട് ഇപ്പോൾ നെല്ല് സംഭരിച്ച് 50 ദിവസമായിട്ടും കർഷകരുടെ പണം അക്കൗണ്ടിൽ ലഭിക്കുന്നില്ല. 141 കോടി രൂപയായിരുന്നു ആലപ്പുഴ ജില്ലയിൽ പണം കൊടുക്കാൻ കിടക്കുന്ന ഈ 50 ദിവസമായിട്ട്. നെല്ല് സംഭരിക്കുമ്പോൾ തന്നെ അതിന്റെ വില കർഷകർക്ക് ലഭിക്കുന്ന സംവിധാനം ഉണ്ടായാൽ മാത്രമേ നഷ്ടമില്ലാതെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അല്ലെങ്കിൽ കടത്തിന്റെ പലിശ പെരുകി വൻ നഷ്ടത്തിലേക്കും സാമ്പത്തിക ബാധ്യതയിലേക്കും പോകുമെന്ന് കർഷകർ പറയുന്നു. ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും കാലത്ത് പണം ലഭിക്കാത്തതും കർഷകരെ വലയ്ക്കുന്നുണ്ട്. സ്വകാര്യ മില്ലുകളുടെ ചൂഷണം വർദ്ധിക്കാനുള്ള വഴിതെളിക്കലാണ് സപ്ലൈകോയുടെ ഈ നടപടിയെന്ന ആക്ഷേപവും ശക്തമാണ്. കടം വാങ്ങി ഉൽപ്പാദിപ്പിച്ച നെല്ലിന് അവകാശപ്പെട്ട വില കിട്ടാതെ വീണ്ടും അടുത്ത കൃഷിക്ക് കടം വാങ്ങേണ്ട ഗതികേടിലാണ് കർഷകർ. ഇതിന് ഒരു അറുതി ഉണ്ടാവുന്നില്ലെന്ന് മാത്രമല്ല, കർഷകർക്ക് നൽകാനുള്ള കുടിശ്ശിക ഓരോ ദിവസവും കൂടി വരികയുമാണ്. ക്യാമറ പേഴ്സൺ മാഹിനോടൊപ്പം ടി കെ ഹരീഷ്, മീഡിയ 1, ആലപ്പുഴ.